വണ്ടിപ്പെരിയാർ മാട്ടുപ്പെട്ടി മൂലക്കയം പ്രദേശത്ത് വളർത്തുമൃഗത്തിന് വന്യജീവിയുടെ ആക്രമണമേറ്റതായി പരാതി. മാട്ടുപ്പെട്ടി സ്വദേശി അമീർ അലിയാറിൻ്റെ വളർത്തുമൃഗത്തിനാണ് ഇന്നലെ ആക്രമണം നേരിട്ടത്. ഫോറസ്റ്റ് അധികൃതർ കടുവയുടെ ആക്രമണത്തിന് നേരിട്ടതാണ് എന്ന് പ്രാഥമിക വിലയിരുത്തൽ നടത്തി. ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ചെന്നായയുടെ ശല്യം ഉള്ളതായും നാട്ടുകാർ പറയുന്നു. വീട്ടിൽ കെട്ടിയിട്ട് വളർത്തിയ വളർത്തുമൃഗത്തിനെയാണ് രാവിലെ അഴിച്ചുവിട്ടതിന് ശേഷം രാവിലെ 9 മണിയോടെ വന്യമൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടായതായി പറയപ്പെടുന്നത്. ബദൽ പ്ലാന്റേഷന് മാട്ടുപ്പെട്ടി ഡിവിഷൻ ഭൂരിഭാഗവും കാടുകയറിയ അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറുന്നതായും പ്രദേശവാസികൾ പറയുന്നു. വളർത്തുമൃഗത്തെ ആക്രമിക്കുവാൻ ശ്രമിച്ചതിൽ കടുവയുടെ നഖം കൊണ്ട് ആഴത്തിലേറിയ മുറിവാണ് ഉണ്ടായിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു. എൻ്റെ പേര് അമീൻ എന്നാണ്. ഞാൻ HVC മൂലക്കയം ഭാഗത്ത് താമസിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇന്ന് രാവിലെ ആണെങ്കിൽ നമ്മുടെ പശുക്കളെ ആണെങ്കിൽ രാവിലെ പാലെടുത്ത് കഴിഞ്ഞപ്പോഴേക്കുവാണെങ്കിൽ നമ്മുടെ മൂരിനെ രാവിലെ അഴിച്ചുവിട്ടതാണ്. അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു 9:30 ആയപ്പോഴേക്കുമാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ ഇന്നപോലെ നിൻ്റെ പശുവിനെ ആരോ വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പടച്ച് പോയി നോക്കിയപ്പോഴേക്കും ഇന്നപോലെ കടുവ ആക്രമിച്ചതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്ക് ചെറിയ സംശയം തോന്നി. നമ്മളവിടുന്നുള്ള വാച്ചർമാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴൊക്കെ അവർ പറഞ്ഞു ഇന്നപോലെ ടൈഗറിൻ്റെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. അതും ജനവാസ മേഖലയിലേക്കാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് കാരണം ഇപ്പം അടുത്തുള്ള വീടുകളിലെ ആടുകളെ പോലും അഴിച്ചുവിടാൻ പറ്റാതെ ഇപ്പം അവരാണെങ്കിൽ സങ്കടത്തിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതികാരം ഇതിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പശുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച കടുവയുടെ ക്ഷതമേറ്റ് ആഴത്തിലുള്ള മുറിവാണ് പശുവിന് സംഭവിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.